പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ഒന്നാമതായി അവതരിപ്പിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥനയിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും യേശു എടുത്തു പറയുന്നു. നമുക്ക് സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കാനുമായി ഒരുങ്ങാം. 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു, യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടു. പ്രാർത്ഥനയുടെ മാതൃക കണ്ടപ്പോഴാണ് പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം ശിഷ്യരിൽ ജനിച്ചത്. യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അവർ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്ത് പ്രാർത്ഥിക്കണമെന്നും യേശു പറഞ്ഞു കൊടുത്തു. അവിടെ നരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. തന്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ചപ്പോൾ യേശു ആദ്യമായി എടുത്തു പറയുന്നത് ഇതാണ്: അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. മൂന്നാമതായി, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. നാലാമതായി, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. അഞ്ചാമത്തെ അപേക്ഷ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 5 പ്രധാനപ്പെട്ട അപേക്ഷകളാണുള്ളത്. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, എന്തെന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഈ 5 അപേക്ഷകളെ കുറിച്ച് നമുക്ക് അല്പം വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ശിഷ്യത്വ പ്രബോധനത്തിന്റെ ഭാഗമാണ്. ഒരു ക്രിസ്തുശിഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിലാണ് യേശു പഠിപ്പിക്കുന്നത്. ശിഷ്യൻ തന്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ എങ്ങനെ വളരണമെന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചതാണ് ഈ പ്രാർത്ഥന. ശിഷ്യത്വത്തിന്റെ ആദ്യ പാഠങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും സമൂഹമായിട്ടുള്ള പ്രാർത്ഥനകളിലും പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടികകൾ നിരത്തി പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണ നമ്മള് ഒരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് മാർക്കറ്റിൽ പോകുന്നത് പോലെ. അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല യേശു പഠിപ്പിച്ചത്. ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് മാർക്കറ്റിൽ പോകുന്നത് പോലെയല്ല ദൈവം തമ്പുരാന്റെ തിരുമുൻപിൽ പ്രാർത്ഥിക്കേണ്ടത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. യേശു സാധാരണ ദൈവത്തെ ആബാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ചെറുപ്പം മുതൽ. അറമായ ശൈലി അനുസരിച്ച് പിതാവിനെ ആബാ എന്ന് വിളിക്കും. സ്വന്തം അപ്പനെ മുന്നിൽ കാണുന്നത് പോലെ ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. വിദൂരസ്ഥനായ ഒരു ദൈവത്തോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സമീപസ്ഥനായ ദൈവം, അവിടുത്തെ ആത്മനാ ദർശിച്ചുകൊണ്ട് ആ ആത്മബന്ധത്തിൽ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ ദൈവനിശ്ചിതമായ ലക്ഷ്യം ജെറുസലേമിലാണ് പൂർത്തിയാകേണ്ടത്. അതുപോലെ ക്രിസ്തുശിഷ്യരെയും അവിടുന്ന് ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ദൈവനിശ്ചിതമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അനുദിനം പ്രാർത്ഥനയിൽ വളരണം. പ്രാർത്ഥനയിൽ വളരുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് ആ പിതൃപുത്ര ബന്ധത്തിൽ അനുദിനം വളരണം. ദൈവത്തെ സദാ കൺമുമ്പിൽ കണ്ടുകൊണ്ട്
ആത്മബന്ധത്തിൽ പ്രാർത്ഥിക്കണം. മാത്യുവിന്റെ സുവിശേഷത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ഇവിടെ സ്വർഗസ്ഥൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറയുമ്പോൾ അകലം കുറയ്ക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തിലാകുമെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിദൂരത്തിൽ ഇരിക്കുന്ന ഒരാളെ കാണും. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. എപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അപേക്ഷകൾ? ഒന്നാമതായി, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം സകലരാലും ആദരിക്കപ്പെടണം. അങ്ങയുടെ നാമം സകലരും ഏറ്റു പറയണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. അങ്ങയുടെ പരിശുദ്ധിയും അവിടുത്തെ മഹത്വവും ലോകത്തിന് കാണിച്ചു കൊടുക്കുക, വെളിപ്പെടുത്തി കൊടുക്കുക. അതെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അങ്ങയുടെ നാമത്തിനു വേണ്ടി വേർതിരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അങ്ങയുടെ മക്കൾ ഈ ലോകത്ത് ജീവിക്കണം. പേര് മുഖേനയാണ് നമ്മൾ വ്യക്തികളെ തിരിച്ചറിയുന്നത്. നമ്മുടെ ദൈവം വ്യക്തിത്വമുള്ള ദൈവമാണ്, നാമമുള്ള ദൈവമാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ പ്രകീർത്തിക്കപ്പെടുന്ന അങ്ങയുടെ നാമം അവിടുത്തെ പരിശുദ്ധനെന്ന് പാടി പ്രകീർത്തിക്കുക. യെശയ്യാവിന്റെ ദർശനത്തിൽ വൃന്ദങ്ങൾ ചുറ്റും നിന്ന് പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിക്കുന്നു. നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. പ്രാർത്ഥന അഡ്രസ് ചെയ്യുന്നത് സ്വർഗീയ പിതാവിനാണ്. നമ്മുടെ ആരാധന ക്രമപരമായ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ യേശുവിലൂടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം പരമപിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ അപേക്ഷ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട്? യേശുവിൻ സംജാതമായ ദൈവരാജ്യം, അതിന് ഭാവിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു മാനമുണ്ട്. ദൈവ ഭരണത്തിന് കീഴിൽ നമ്മളായിത്തീരണം. നമ്മുടെ ജീവിതങ്ങളിലൂടെ അതിന്റെ ഭാവി പൂർണ്ണത സാക്ഷാത്കരിക്കപ്പെടണം. യേശുവിലൂടെ സംജാതമായ ദൈവരാജ്യം നമ്മിലൂടെ പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായി ഒരു പിതൃപുത്ര ബന്ധമുണ്ടാകണം. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള ആ ഒരു പ്രവാഹമുണ്ടല്ലോ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ. ഇതുപോലെ ദൈവപിതാവിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിക്കുന്ന മാതൃ വാത്സല്യവും സ്നേഹവും. അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഒരു ശിശു എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നോ അതുപോലെയാണ് നാം ദൈവപിതാവിന്റെ ആ സ്നേഹ വാത്സല്യത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. പെറ്റമ്മയുടെ കനിവോടെ നമ്മെ സ്നേഹിക്കുന്നവനാണ് പിതാവ്. അപ്പൊ ഇവിടെ ഈ പ്രാർത്ഥനയിലെ അപേക്ഷകൾ 1, 2 പരസ്പരം ബന്ധപ്പെട്ടതാണ്. ദൈവനാമം പൂജിതമാക്കുക, അങ്ങയുടെ രാജ്യം വരണം. യേശുവിൽ സംജാതമായ ദൈവരാജ്യമുണ്ട്. നമ്മിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട ഒരു ഭാവി പൂർണ്ണതയുണ്ട്. അവസാനം അതിന്റെ ഒരു യുഗാന്ത്യ പൂർത്തീകരണവും. യേശുവിന്റെ 2ാം വരവോടെ പൂർണ്ണമാകുന്ന യുഗാന്ത്യ പൂർത്തീകരണം. അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ ഈ 3 മാനങ്ങളുമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 മാനങ്ങളും ആത്മന കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 3ാമത്തെ അപേക്ഷ, അന്നു വേണ്ട അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. അന്നു വേണ്ട അപ്പം എന്ന് പറയുമ്പോൾ ശാരീരിക അപ്പം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട ആത്മീയ ഭക്ഷണം, അത് പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമായ പരിശുദ്ധ കുർബാന. അതോടൊപ്പം ദൈവ പരിപാലനയിലുള്ള ആശ്രയവും. 4ാമതായിട്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം കർത്താവിനോട് നമുക്ക് വേണ്ട ക്ഷമ അപേക്ഷിക്കുന്നത്. അവസാനമായി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ല, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനങ്ങൾ ഉണ്ടാകുക ഈ ലോകത്ത് സ്വാഭാവികമാണ്. പക്ഷേ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ 5 കാര്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അപേക്ഷിക്കുവാനായിട്ട് നമ്മളോട് യേശു തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7 അപേക്ഷകളുണ്ട്. ആദ്യത്തെ 2 ചേർത്ത് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം.
അത് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ 1-2 ചേരുമ്പോൾ അതിനകത്തിൽ 3 വരി അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. ഭൂമിയിൽ ദൈവരാജ്യം അതിന്റെ പരിപൂർണതയിൽ എത്തിയാൽ തീർച്ചയായും സ്വർഗം പോലെ ആയിത്തീരും ഭൂമി. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായിത്തീരും, ഒരു സംശയവുമില്ല. അതുപോലെ അവസാനം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, മാത്യുവിന്റെ സുവിശേഷത്തിൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നൊരു കാര്യം കൂടെ പറയുന്നു. അത് ഈ 5-ാമത്തേതില് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുമ്പോൾ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്നുള്ളത് അതിൽ അന്തർലീനമാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അവിടത്തോട് ഐക്യപ്പെട്ട് തിരുമനസ് നിറവേറ്റി ജീവിക്കുക. ജെറുസലേമിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുമായുള്ള ഐക്യത്തിൽ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് തിരുവിധം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവനാമം പൂജിതമാകണം. ദൈവരാജ്യം അതിന്റെ യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് തുടർന്ന് പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചാണ് 5 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് സ്ഥിരമായ പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം, അതിൽ സ്ഥിരതയോടെ നിലനിൽക്കുക. ആ സ്ഥിരതയോടെ നിലനിന്നാൽ പ്രാർത്ഥനയുടെ ശക്തിയാണ് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവനൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്ര മധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അവനോട് പറയുന്നു, നിനക്കൊന്നും തരാൻ എനിക്ക് കഴിയില്ല. ഒരു മുറിയെ കാണത്തുള്ളൂ. ഈ ഒരു മുറിയില് വാതിലിനോടടുത്ത് അപ്പൻ കിടക്കും, പിന്നെ മക്കൾ ഓരോരുത്തരും നിരനിരയായി. ഈ മുറിയുടെ അങ്ങറ്റത്തായിരിക്കും ഭക്ഷണ സാധനങ്ങൾ ബാക്കിയൊക്കെ ഇരിക്കുന്നത്. എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി ഈ പിള്ളേരെ മുഴുവൻ ഉണർത്തി എല്ലാവരെയും ശല്യം ചെയ്ത് നിനക്കെടുത്ത് തരാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് ഈ പറയുന്നതിന്റെ 8-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ പോലും ഈ സ്നേഹിതൻ നിർബന്ധപൂർവം അവിടെ നിന്നാൽ അവൻ എഴുന്നേറ്റ് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടും. മുട്ടുന്നവർക്ക് വാതിൽ തുറന്നു തരും. ദൈവം തന്റെ കരുണയുടെ കവാടം, കൃപയുടെ കവാടം നമുക്കായി തുറന്നു തരും. അവിടത്തെ തിരുമുൻപിൽ സ്ഥിരതയോടെ നിന്നാൽ ചോദിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. ഇത് ഉറപ്പുവരുത്താൻ കർത്താവ് ഒരു പങ്കൂടെ പറയുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം നല്ല ദാനം നൽകുകയില്ല. ആ ദാനം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം, എല്ലാ ദാനങ്ങളുടെയും ഉറവിടമാണ് പരിശുദ്ധാത്മാവ്. ഇത്രയും കാര്യങ്ങളാണ് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്. യേശുവിലൂടെ ആരംഭിച്ച ദൈവരാജ്യം നമ്മിലൂടെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിലൂടെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യ പൂർത്തീകരണം കർത്താവിന്റെ 2ാം വരവോടെ. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും കർത്താവ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള യേശു നൽകിയ ഈ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം, നിരന്തരം ധ്യാനിക്കാം. ഈ വിധത്തിലുള്ള ഒരു പ്രാർത്ഥന ശൈലി വളർത്തിയെടുത്ത് ദൈവാത്മ നിറവുള്ളവരായി ദൈവരാജ്യ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ 2ാം വരവിന് വഴിയൊരുങ്ങണം.
ലൂക്ക 11:14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാചി പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണു പോകും. അപ്പൊ തമ്മിൽ തല്ലുന്ന വ്യക്തികളാണ് ഒരു കുടുംബത്തിലെങ്കിൽ ആ കുടുംബത്തിന് ഭദ്രതയില്ല. രാജ്യത്തിൽ തമ്മിൽ തല്ലുന്നവരാണെങ്കിൽ രാജ്യത്തിന് ഭദ്രതയില്ല, അത് നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇവിടെ ദൈവകരമെന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ തിരുവിരൽ, അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയാലാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ശക്തനായുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മുഴുവൻ അപകരിക്കുകയും കൊള്ള മുതൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. തമ്പുരാനോട് ചേർന്ന് നിൽക്കാത്തവർ ചിതറിക്കപ്പെടും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ അവനോടുകൂടെ ശേഖരിക്കപ്പെടും. പിശാചുക്കളുടെ മേൽ യേശുവിനുള്ള അധികാരം. അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവം, ഒരു ഊമനായവനെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവൻ യേശുവിലൂടെ നിർവഹിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ജനശ്രദ്ധയെ യേശുവിൽ നിന്ന് തിരിക്കാനായിട്ട് ഫരിസേയരാണ് പറഞ്ഞത്, അവൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അതിന് ചോദിച്ച മറുപടി, എന്നാൽ പിന്നെ നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്? ദൈവകരത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആണ് യേശു പ്രവർത്തിക്കുന്നത്. യേശുവിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിന്റെ ശക്തി. യേശു ചെയ്യുന്ന അടയാളങ്ങൾ ബൈ ദ ഫിംഗർ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ തിരുവിരലാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശു ഇവയെല്ലാം നിർവഹിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാക്കുവാനും അവിടെ നിന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 11-ാം അധ്യായത്തിൽ 3-ാമത് പറയുന്ന കാര്യം, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടുപോയിട്ട് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടന്ന് ആരെയും കണ്ടെത്താതെ വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തിരിച്ചു വരും. ഒരു വ്യക്തിയിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, അതായത് സാത്താൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അവൻ തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കിടക്കുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് അതിൽ വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. എന്തിന് കർത്താവ് ഈ ഉപമ ഇവിടെ പറഞ്ഞു? ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് തിന്മയെ പുറന്തള്ളി അഥവാ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രം പോരാ. അനുദപിച്ച് തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രം പോരാ. ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ. ഭവനം അടിച്ചുവാരി വൃത്തിയാക്കിയാൽ മാത്രം പോരാ. ആ ഭവനത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം, നന്മ കൊണ്ട് നിറയ്ക്കണം. അല്ലാതെ ശൂന്യമായി കിടക്കാൻ ഇടവരരുത്. തിന്മ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നന്മ കൊണ്ട് നിറയ്ക്കണം, പുണ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. അല്ലെങ്കിൽ
ഇറങ്ങിപ്പോയ പിശാച് തനിയെ വന്ന് ഇനി ഈ വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ച് വാക്കുമുറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ 7 പേരെ കൂടെ വിളിച്ചോണ്ട് വരും. ഇതിന്റെ അർത്ഥം ലിറ്ററൽ എടുക്കരുത്, പക്ഷെ അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഉപേക്ഷിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ശിഷ്യത്വത്തിന്റെ പാതയിൽ വളരാൻ തിന്മ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം. 11:27 മുതലുള്ള വാക്യം. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പായൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. മഹത്തായ ഭാഗ്യത്തെ കുറിച്ചാണ് യേശു പറയുന്നത്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭാഗ്യം. ഈ അധ്യായത്തിൽ പറയുന്ന 4ാമത്തെ കാര്യമാണിത്. 5ാമതായിട്ട് അടയാളം ചോദിച്ചവർക്ക് യേശു യോനായുടെ അടയാളം നൽകി. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. കർത്താവ് പറയാണ്, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു, ദുഷിച്ച തലമുറയാണ്. ഇത്രയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും അവർ വിശ്വാസം അർപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ദുഷിച്ച തലമുറയെന്ന് പറയുന്നത്. ഇവർക്ക് അടയാളം നൽകപ്പെടത്തില്ല. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. യോന 3 ദിവസം തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രൻ മരിച്ച് 3ാം ദിവസം ഉയർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 31ാം വാക്യത്തിൽ പറയുന്നു, ദക്ഷിണ ദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. കാരണം എന്താ? സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവർ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു. പക്ഷെ ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ, എന്നിട്ട് ഇവർ അവനെ ശ്രവിക്കുന്നില്ല. സോളമനേക്കാൾ വലിയവൻ ഇവരോട് കൂടെ ഉണ്ടായിട്ട് അവൻ പറയുന്നത് ശ്രവിക്കുന്നില്ല. അതുകൊണ്ട് ദക്ഷിണ ദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഉയർപ്പിക്കപ്പെട്ട് ഈ തലമുറയെ കുറ്റം വിധിക്കും. നിലവിലെ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ പശ്ചാത്തപിച്ചു. ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവനായ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് ഇവർ മാനസാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് നിലവെ നിവാസികൾ ഇവരെ ഈ തലമുറയെ വിധിക്കും. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ നിലവെ നിവാസികൾ വിധിക്കാൻ ഇടയാണ്. അടയാളം ചോദിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന മറുപടി ഇതാണ്. തുടർന്ന് ഈ അധ്യായത്തിൽ 6ാമതായി പറയുന്ന കാര്യം, വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതായത് യേശുവിലൂടെ നൽകപ്പെട്ട വെളിപാട് സ്വീകരിച്ച് ശരിയായ കാഴ്ചപ്പാട് വിശ്വാസവും രൂപീകരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ ആ പ്രകാശത്താൽ പ്രകാശിതമാകും. 36ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ ഇരുളടഞ്ഞ ഒരു ഭാഗവും ഇല്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണ്. അങ്ങനെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നതുപോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. വിളക്കിന്റെ രശ്മി ചുറ്റും പ്രകാശം പരത്തുന്നത് പോലെ നമ്മുടെ ശരീരം, നമ്മുടെ വാക്ക്, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ചുറ്റും പ്രകാശം പരത്തും. ദൈവ ചൈതന്യം പ്രചരിപ്പിക്കുന്നത്. അവസാനമായിട്ട് 7ാമതായി ഒരു ദീർഘമായ പ്രഭാഷണം ഈ അധ്യായത്തിൽ യേശു പറയുന്നു. അത് ഒത്തിരി വിശകലനം ചെയ്യാനുള്ള ഒരു കാര്യമല്ല, അതിന്റെ സന്ദേശം മാത്രം ഉൾക്കൊണ്ടാൽ മതി. കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യത്തെ കുറിച്ചാണ്. ക്രിസ്തു ശിഷ്യർ ഈ കപടനാട്യത്തിൽ അകപ്പെടരുത്. നമുക്ക് ഈ വചനഭാഗമൊന്ന് ശ്രമിക്കാം.
സന്ദേശം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിസയൻ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ചുറ്റി വരുത്താത്തതിനെ പറ്റി ആ പരിസയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, പരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമം കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കോശന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുക. പരിസയരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. നിയമം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു, പക്ഷെ ദൈവത്തിന്റെ കരുണയും നീതിയും സ്നേഹവും അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ. എന്നിട്ട് ദശാംശം കൊടുത്തോ, പക്ഷെ അതോടൊപ്പം നിങ്ങൾ അനുവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമായിരുന്നു. പരിസയരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ മുഖ്യസ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. കുഴിമാടങ്ങളുടെ അകം നമുക്ക് നന്നായിട്ട് അറിയാം, പുറം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കും. അതുപോലെയാണ് നിങ്ങൾ. അതിന്റെ മീതെ നടക്കുന്നവർ അത് അറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യേശു പറഞ്ഞു, നിയമജ്ഞരെ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വഹിക്കപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരിസേയരും കോപാകുലരായി. യേശു പോകാൻ ഒരുങ്ങിയിട്ടും യേശുവിനെ വിടാതെ പ്രകോപിതനാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു. എങ്ങനെ അവനെ പിടികൂടാമെന്ന് തക്കം നോക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 11-ാം അധ്യായം നമുക്ക് നൽകുന്ന ആഴമായ പ്രബോധനങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന് നൽകുന്ന വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ, പ്രാർത്ഥനയുടെ ചൈതന്യവും ശക്തിയും, പ്രാർത്ഥനയുടെ ശക്തിയാൽ തിന്മയുടെ ബന്ധനങ്ങളെ തകർക്കുവാനും നന്മ കൊണ്ട് നിറഞ്ഞ തിന്മയെ കീഴടക്കാനും, വചനം കേട്ടത് പാലിച്ചുകൊണ്ട് മഹത്തായ ഭാഗ്യത്തിന്റെ അവകാശികളായി തീരുവാനും, അടയാളം അന്വേഷിക്കുന്നവരാകാതെ യേശുവിലൂടെ നൽകപ്പെട്ട വെളിപാട് സ്വീകരിച്ച് ശരിയായ കാഴ്ചപ്പാട് രൂപീകരിക്കാനും, അങ്ങനെ നമുക്ക് ചുറ്റും പ്രകാശം പരത്താനും. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ബഹളമട്ടിയും പോലെ ആകരുത് നമ്മുടെ ജീവിതം. എപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന് ഈ ആഹ്വാനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് നമുക്കും ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാം. ദൈവനിശ്ചിത ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവ തിരുനാമ മഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിക്കും കർത്താവിന്റെ രാജ്യം അതിന്റെ പൂർണ്ണതയിൽ മഹത്വത്തോടുകൂടെ സംജാതമാകുന്നതിനും നമ്മുടെ ജീവിതങ്ങൾ ഹേതുവായി തീരട്ടെ. അതിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ.